ഹായ് എൻ്റെ പൊന്ന് നജിലേ, നിനക്കൊരിത്തിരിയെങ്കിലും വിവേക ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ഒരു 5 മാസത്തോളമായി ഞാൻ നിൻ്റെ പിന്നാലെ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നീ ശരിക്കും മനസ്സിലാക്കുന്നില്ല. നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നിനക്കില്ല. ഒരു കാലത്ത് ഷാജിദയുടെ സ്വന്തം ഭർത്താവ് മരണപ്പെട്ടു പോയതിനെക്കുറിച്ചും ആ ഭർത്താവിൻ്റെ 5 മക്കൾ അനാഥരായതിനെക്കുറിച്ചും അവളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും അവളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവൾക്ക് ആ മക്കളോടുള്ള ഇഷ്ടത്തെയും സ്നേഹത്തെയും കുറിച്ചുമൊക്കെ പറഞ്ഞ് ഈ സമൂഹം അവളെ അംഗീകരിച്ചു, ഷാജിയെ. എന്നാൽ ഇത് അസൂയയോടെ കണ്ടു നിന്ന നീ അവളുടെ തലയിൽ ചവിട്ടി അവൾ പറഞ്ഞ അതേ കഥ നീ നിന്റെ ജീവിതത്തിൽ നടന്നതാണ് എന്ന് വരുത്തി തീർത്തു. എന്നാൽ ആ മരണപ്പെട്ടു പോയ ആൾ നിന്റെ ഭർത്താവ് പോലും അല്ല എന്നുള്ളത് ഈ പൊതുസമൂഹത്തോട് എനിക്ക് പറയേണ്ടി വന്നു. അത് പറയേണ്ടി വന്നത് നീ ജനങ്ങളെ, അതായത് ജനങ്ങൾ നിനക്ക് ഒരു സ്ഥാനം തന്നു, അവരുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം തന്നു. നിന്റെ മക്കളെ യത്തീമായി പരിഗണിച്ചു, അവരുടെ സ്വന്തം വീട്ടിലെ ഒരു കുട്ടികളായിട്ട് കാണുകയും നിന്റെ വിഷമത്തെ അവർ അംഗീകരിക്കുകയും നിന്റെ വിഷമത്തിന് പരിഹാരമായിട്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ തന്ന് നിന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നിനച്ചിരിക്കാതെ കിട്ടിയ സൗഭാഗ്യങ്ങളെ അർഹതപ്പെടാത്ത ആ സൗഭാഗ്യങ്ങൾക്ക് മേൽ നീ എന്തോ വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നീ ശ്രമിച്ചു. അവിടെ നഷ്ടമായത് യഥാർത്ഥത്തിൽ അർഹതയുള്ള ഷാജിയുടെ മക്കൾക്ക് അർഹതയുള്ള സാധനം നീ തട്ടിപ്പറിക്കുകയാണ് ചെയ്തത്. അവിടെ നീ ഓർത്തിരുന്നില്ല, നിനക്ക് നേരെ വിരൽ ചൂണ്ടുന്ന മറ്റൊരാൾ വരുമെന്നുള്ളതിനെക്കുറിച്ച് നീ ഓർത്തിരുന്നില്ല. ഇന്നലെ നീ ചെയ്ത ആ ലൈവിൽ മറ്റൊരു കളവ് നീ പൊളിച്ചിട്ടുണ്ട്. അതായത് നിന്റെ സെക്കൻഡ് ഭർത്താവിനെ നീ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വിളിച്ചിട്ട് നീ ഇങ്ങനെ ഇന്നാദ്യമായിട്ടാണ് വിളിച്ചത് എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ നീ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ മകന് വേണ്ടി ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും ചിലപ്പോൾ വിളിച്ചേക്കാം. അപ്പം നിൻ്റെ മകന് വേണ്ടി നീ വിളിച്ചിട്ടുണ്ട്. അതായത് നിൻ്റെ മകന് ചെലവിന് അയാൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്, ഈ കുഞ്ഞിൻ്റെ പേരിൽ നീ അയാളെ പലതവണ വിളിച്ചിട്ടുണ്ട് എന്ന് അവിടെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാനും എൻ്റെ വീഡിയോകൾ വഴി പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കുട്ടികളുടെ ഉപ്പമാർ ഇവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട്, അവർ യത്തീമല്ല. ആ ഉപ്പമാർ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് എങ്കിൽ, ഈ കുഞ്ഞുങ്ങളെ നീ അവരുടെ ഉപ്പമാരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെയാണ് നജിലെ യത്തീമാകുന്നത്? അപ്പോൾ നീ വേറൊരു കളവ് കൂടി ചെയ്തിട്ടുണ്ട്. എന്താണ് ആ കളവ്? ഈ കുട്ടികളെ മരിച്ചുപോയവൻ്റെ മക്കളായി നീ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇതാണ് ഞാൻ പറയുന്നത്, നിനക്കൊരു കബളിപ്പിക്കൽ അവതരണ ശൈലി നിനക്കുണ്ട്. അതിൽ നീ വിജയിച്ചു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എന്നെ പോലെ ബുദ്ധിയുള്ള ഒരുപാട് പേരുണ്ട്. ഇവിടെ ഇപ്പോൾ ലൈവിൽ കൂടിയാണെങ്കിലും നീ അത് തെളിയിച്ചു കഴിഞ്ഞു. നിന്റെ മകൻ്റെ ഉപ്പയെ നീ മകൻ്റെ കാര്യങ്ങൾക്കായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി യത്തീമാണോ? അല്ലല്ലോ. അത് തന്നെയാണ് പറഞ്ഞത്. നീ അർഹതയില്ലാത്ത പണം കൈപ്പറ്റി, അർഹതയില്ലാത്ത മറ്റൊരാളാണ് നിന്റെ മൂന്നാമത്തെ ഭർത്താവിൻ്റെ വിധവ എന്ന രീതിയിൽ, ഷംസുദ്ദീൻ്റെ പെണ്ണ് എന്ന രീതിയിൽ എൻഡിക്ക എന്ന് പറഞ്ഞുകൊണ്ട് നീ സമൂഹത്തെ കബളിപ്പിച്ചു. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോകൾ വഴി പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാ നീ തെളിയിച്ചു. നിനക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെ നിനക്കർഹതപ്പെട്ടതാണ് എന്ന് നീ തെറ്റിദ്ധരിച്ചു. എന്നാൽ നീ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നുള്ളത് തെളിവുകളോടുകൂടി തന്നെയാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. കാരണം നീ ഇന്നലെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു നീ കാണിച്ച മറ്റെന്തെങ്കിലുമൊക്കെ തെളിവുകളായിരുന്നോ എന്ന്. ഉറപ്പായും ഞാൻ ചെയ്ത വീഡിയോകൾ പരിശോധിക്കുന്നവർക്ക് മനസ്സിലാകും. നീ പറഞ്ഞിട്ടുള്ള നിൻ്റെ വീഡിയോകളിൽ നിന്നും എടുത്ത് തന്നെയാണ് ഞാൻ എൻ്റെ വിമർശനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നീ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ പോലും തെളിവുകളോടുകൂടി തന്നെയാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. എൻ്റെ മേൽ കുതിര കയറാനുള്ള എൻ്റെ ലൈവിലെ ഒരു വാക്കെടുത്തുകൊണ്ട് പോയി നീ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നീ ഓർക്കുക, നിൻ്റെ കൂടെ കൂടിയിരിക്കുന്നവർ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ കൂടിയവരല്ല. ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് സുഖത്തിലും ദുഃഖത്തിലും നിന്റെ കൂടെ ഉണ്ടാകേണ്ടവരാണ്. ശരിക്കും എൻ്റെ കൂടെ കൂടിയ അസൂറയും അഷ്കറും ഒരിക്കലും
ഒരിക്കൽ ഒരു സമയത്ത് നിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് എന്നുള്ള കാര്യം ഓർക്കുക. നിന്റെ വളർച്ചയിലോ അല്ലെങ്കിൽ നിനക്ക് കിട്ടിയ സമ്പത്തിലോ സാമ്പത്തിക ലാഭത്തിലോ ഒക്കെ അസൂയ തോന്നിയിട്ടായിരിക്കണം ഞാൻ നിന്നെ വിമർശിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ കൂടിയവരാണവർ. അപ്പോൾ അവർ നിന്റെ സുഹൃത്തുക്കളല്ല കുഞ്ഞെ. നീ അത് മനസ്സിലാകാതെ പോകുന്നിടത്താണ് നിന്റെ പരാജയം സംഭവിക്കുന്നത്. അവർ എന്നെ നിനക്കെതിരെ ഉള്ള തുറുപ്പുചീട്ടായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ നിനക്ക് തെളിവുകളോടെ സമർത്ഥിച്ചു തന്നത്. നീ ഇതിനു മുമ്പ് കേട്ട ഒരു കാര്യം തന്നെയാണ് ഈ റബ്ബർ കാട്ട് കഥ. അപ്പോൾ അത് എങ്ങനെ ഞാൻ അറിഞ്ഞു എന്നുള്ളത് പോലും ചിന്തിക്കാതെ നീ അതേ പ്രതികളെ തന്നെ വിളിച്ചുകൊണ്ട് പ്രതികളെ വിളിച്ച് നീ മിടുക്കിയാവാൻ ശ്രമിക്കുകയും എൻ്റെ മേൽ കുറ്റം ആരോപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ ലൈവിലെ ബാക്കി ഭാഗം നീ എന്തുകൊണ്ട് കേൾപ്പിക്കുന്നില്ല? അതിൽ ഞാൻ പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. വളരെ തുറസായ ഒരു സ്ഥലത്ത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം ഇവർ എന്തുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു എന്ന് ചിന്തിക്കാൻ മാത്രം വിവേകമില്ലാത്തവളല്ല ഞാനെന്നാണ് അതിൽ ബാക്കി പറയുന്ന ഭാഗം. അപ്പോൾ ശരിക്കും നിനക്ക് വിവേക ബുദ്ധി ഇല്ല എന്നുള്ളതാണ്. നീ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചോ, പക്ഷെ നഷ്ടമാർക്കാണ്? നിനക്ക് മാത്രമാണ് എന്നുള്ള കാര്യം നീ ഓർക്കാതെ പോകുന്നു. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തായ സ്നേഹതീരത്തിൻ്റെ ഒരു വോയിസ് നീ എടുത്തു കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്തു. അതെന്തോ ഭയങ്കര ജയിച്ചു എന്നുള്ള ഒരു ഭാവം നിനക്കുണ്ടെങ്കിൽ ഒരിക്കലുമില്ല മോളെ. പൊതുസമൂഹത്തിൽ ഇന്ന് വരെ അദ്ദേഹം എനിക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അതാണ് സുഹൃത്ത്. അതാണ് സുഹൃത്തെന്ന് പറയുന്നത്. നീ ഈ പറയുന്ന അഷ്കറും അസൂറയും ഒക്കെയും അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ടാകും. എനിക്കെതിരെ ഒരു വാക്ക് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെയും ശ്രമിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. ഈ അഷ്കർ എന്ന് പറയുന്ന ആൾക്കൊരു സ്ത്രൈണത ഫീലുള്ള ഒരാളാണ്. കാരണം അയാളുടെ പോസ്റ്റുകളും അയാളുടെ വീഡിയോകളും ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കറിയാം. ശരിക്കും ഈ സ്ത്രീകൾ അങ്ങോട്ട് പോയി പറയുക ഇങ്ങോട്ട് പോയി പറയുക, ഡി കേട്ടോ അവിടെ അങ്ങനെയാണ് സംഭവിച്ചത്, ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഒരു കൂട്ടയടി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള ഒരാളാണ് ഈ അഷ്കർ എന്ന് പറയുന്ന ആള്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും നിനക്കില്ല. ശരിക്കും ഈ വോയിസ് നിനക്കാരാണ് തന്നത്? ഈ വോയിസ് നിനക്ക് തന്ന ആളെന്ന് പറയുന്നത് അഷ്കറാണ്. ഇപ്പോൾ അഷ്കർ വന്നിട്ട് പറയുന്നുണ്ടാവും ഈ വോയിസ് ഞാനാണ് കൊടുത്തത് എന്ന്. തെളിവുകളുണ്ടോ എന്ന്? എന്തായാലും ആര് തെളിവില്ലെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു തെളിവുണ്ടല്ലോ, ഈ പറയുന്ന സ്നേഹതീരത്തിന് അറിയാം ഈ വോയിസ് ആരാണ് നിനക്കെത്തിച്ചത് എന്ന്. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിന്റെ കയ്യിൽ കിട്ടുന്ന തെളിവുകൾ എന്ന് പറഞ്ഞ് നീ കാണിക്കുന്ന എൻ്റെ സ്നേഹബന്ധങ്ങൾ, എൻ്റെ അമ്മയുടെ ഫോട്ടോ, എൻ്റെ ഐഷ നെഹയുടെ ഫോട്ടോ, ഇതൊക്കെ നിനക്കെത്തിച്ചവർ ഇവർ രണ്ടുപേരും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ ഒരു വലിയ തെളിവാണ് ഇന്നലെ സ്നേഹതീരത്തിൻ്റെ വോയിസ് നിന്റെ ലൈവിലൂടെ പ്ലേ ചെയ്തപ്പോൾ സ്നേഹതീരത്തിന് പോലും മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് എൻ്റെ അമ്മയുടെ ഫോട്ടോ നിൻ്റെ കയ്യിലെത്തിയത് എന്നുള്ളത്. അപ്പോൾ എനിക്കത് മാത്രമേ ഉള്ളൂ, എൻ്റെ സ്നേഹബന്ധങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. നിൻ്റെ കയ്യിൽ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ എത്തുന്നത് എന്ന്. ഇനി ഇവിടെയും എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ നിന്നോട് പറഞ്ഞതും നിന്നോട് മാറ്റാൻ, നിൻ്റെ സ്വഭാവങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളെ നീ ഒരു വിമർശനമായി എടുത്ത് അത് തിരുത്തി നിൻ്റെ ജീവിതത്തിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ലൈവുകളിൽ വന്നിരുന്ന് കരയുന്നില്ലേ? എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോയി, എനിക്ക് സമ്മാനങ്ങൾ തന്നുകൊണ്ടിരുന്നവർ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കരയുന്നില്ലേ? അത് ശരിക്കും നീ വിവേകത്തോടു കൂടി ചിന്തിച്ചിരുന്നെങ്കിൽ അത് അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇതുപോലെ നിന്നെ വിമർശിക്കുന്നവരുടെ പിന്നാലെ നീ പോയി എന്താണ് ചെയ്തത് എന്നറിയാമോ? അവരുടെ സീക്രട്ട് ലൈഫ്, എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ പറയുന്നതാണ്. അപ്പോൾ എൻ്റെ കല്യാണ ഫോട്ടോ, എൻ്റെ അമ്മയുടെ ഫോട്ടോ, പിന്നെ ഐഷ നെഹയുടെ ഫോട്ടോ, ഇതൊക്കെ പബ്ലിഷ് ചെയ്തത് കൊണ്ട് നിനക്കെന്ത് നഷ്ടമാണ്, നിനക്കെന്ത് നേട്ടമാണ് ഉണ്ടായത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെയും അവരുടെ ഐഡൻറ്റിറ്റികളാണ്. എൻ്റെ പേഴ്സണൽ ലൈഫാണ്, എൻ്റെ സ്വന്തം ലൈഫാണ്. എൻ്റെ സ്വന്തം ലൈഫ് നീ കൊണ്ടുവന്ന് ഇപ്പോൾ പബ്ലിക്കിൽ ഇട്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു നഷ്ടവും ഇല്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഞാൻ പൊതുസമൂഹത്തോട് അറിയിക്കേണ്ടുന്ന കാര്യമാണ്. ഇത് ഞാൻ ജീവിക്കുന്ന കാര്യമാണ്. ഞാനൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമല്ല. അത് എൻ്റെ പേഴ്സണൽ, എൻ്റെ സ്വന്തം കാര്യമാണ്. ഇത് ഞാനൊരു യൂട്യൂബറായി ഇരിക്കുന്നിടത്തോളം കാലം എങ്ങനെയായാലും ഇത് സമൂഹത്തിൽ അറിയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് അറിഞ്ഞതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? എൻ്റെ അമ്മയെ നിങ്ങൾ കണ്ടതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കണ്ടതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അപ്പം നീ വിചാരിക്കുന്നത് ഇതൊക്കെ എന്നെ വേദനിപ്പിക്കുന്നു, എന്നെ വിഷമിപ്പിക്കുന്നു എന്നാണോ? ശരിക്കും ബുദ്ധിയോടുകൂടി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ ഈ പറയുന്ന ഷംസുദ്ദീൻ്റെ
കൂട്ടുകാരി. എൻ്റെ പൊന്നു കുഞ്ഞെ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ നിങ്ങളാണ് വേറൊരു കണ്ണുകൊണ്ട് കാണുന്നത്. അതിന് സുഹൃത്ത് എന്ന അർത്ഥത്തോടു കൂടി തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നീയാണ് നിന്റെ ഭർത്താവിൻ്റെ സുഹൃത്തിനെ അവിഹിതം ആരോപിച്ചത്. നിന്റെ ഭർത്താവിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരരുത്, മടല് വെട്ടി അടിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? നീയാണ്. അപ്പം സുഹൃത്ത് ബന്ധത്തിനെ കിടപ്പറയിലേക്ക് കൊണ്ടുപോയത് ആരാണ് കുഞ്ഞെ? നീ തന്നെയല്ലേ? അപ്പം നീ തന്നെ വെളിവാക്കുകയാണ് നിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ നിന്നോട് അങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത്. അപ്പോൾ നീ തന്നെ നിന്റെ ജീവിതം കൊണ്ട് നിന്റെ കളവുകളെ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ മാലയുടെ സംഭവം പോലും, നിനക്ക് ഹദിയ കിട്ടി എന്ന് പറയുന്ന മാലയോ കമ്മലോ ഒന്നും, അതിൻ്റെ ഫോട്ടോ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. നീയാണ് ബാക്കി സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നിന്റെ ഭർത്താക്കന്മാരുടെ കഥയെക്കുറിച്ച് നീ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നീ 3 കല്യാണം കഴിച്ചു എന്നുള്ളത് നീ പറഞ്ഞ കാര്യമാണ്. പക്ഷെ നീ അതിനു മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു? നിന്റെ മരണപ്പെട്ടു പോയ ഭർത്താവ് എന്നാണ് പറഞ്ഞത്. ആ ഭർത്താവ് മൊഴി ചൊല്ലിയ ആളായിരുന്നു. ആ ഭർത്താവ് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ച ഒരാളായിരുന്നു. വേറൊരു സ്ത്രീ ആയിരുന്നു ഈ പറയുന്ന ഭർത്താവ്. നീ പറയുന്ന ഭർത്താവിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീയാണ്. അതായത് വിധവ എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീയാണ്. ആ സ്ഥാനം പോലും ജനങ്ങളെ കബളിപ്പിച്ചാണ് നീ ജനങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു സംഭവം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിട? ഇതൊരു തരം മജീഷ്യനാണ്. ഈ ഒരു വക്രബുദ്ധി, നീ ഇങ്ങനെ കാണിക്കുന്ന ഈ ഒരു വക്രബുദ്ധി നിന്റെ ലൈഫിന് വേണ്ടിയിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന 3 ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ നിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. ഇനിയും നിനക്ക് അവസരമുണ്ട്. നീ എൻ്റെ കളവുകൾ അന്വേഷിച്ച്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫ് അന്വേഷിച്ച്, എൻ്റെ സ്നേഹബന്ധങ്ങളെ അന്വേഷിച്ച് നീ പോകുമ്പോൾ നഷ്ടം എനിക്കല്ല, നീ തന്നെയാണ് സമൂഹത്തിൻ്റെ മുന്നിൽ പരിഹാസിയായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നീ എടുത്തു കാണിക്കുന്ന ഈ ഫോട്ടോകൾ, അതായത് സരിത എന്ന് പറയുന്ന നിന്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരി മറ്റാരോ, സുഹാന സുഹൈർ, അതാരാണ്? നീ ചെയ്യുന്ന ക്രൈം എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവർ ഒരു വിധവയായ സ്ത്രീയാണ്. അവർ കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. നിനക്ക് പിന്നെ കേസൊന്നും ഒരു വിഷയമേ ആയിരിക്കില്ല. കാരണം എന്താണ്? നീ ഒരു സ്ത്രീയാണ് എന്ന ഒരു ധൈര്യമായിരിക്കാം. അപ്പോൾ നീ ഇങ്ങനെ ഇത്തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ കോമാളിയായിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നീ ഒന്ന് ചിന്തിക്കുക. എൻ്റെ ലൈവിൽ ആൾ കയറുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈവ് 1 ലക്ഷം ആൾക്കാർ കാണുന്നു എന്ന് പറഞ്ഞ് കരയുന്ന നിനക്ക് മുമ്പ് ഇതുപോലെ ആൾക്കാർ വന്ന് നിന്നെ കാണുമായിരുന്നു. നീ പറയുന്ന വിഷമങ്ങൾ കേൾക്കുമായിരുന്നു. നിന്റെ സൗണ്ടോ നിന്റെ സംസാരമോ ഇഷ്ടമില്ലാത്തവർ പോലും നിന്റെ മക്കൾക്ക് വേണ്ടി നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. എൻ്റെ ലൈവിൽ നടക്കുന്നത് ബുദ്ധിയുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന കോൺവെർസേഷനാണ്. നിന്റെ ലൈവിൽ നടക്കുന്നത്, നീ നിന്റെ കമൻറ്റുകൾ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യുക. അവിടെ നടക്കുന്നത് നിന്നെ എരികേറ്റുകയാണ്. നീ ഈ പറയുന്ന ലെവൽ 3യും മറ്റേ സൂഫി സഫറൊക്കെ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ബോഡി ഷേമിങ് ചെയ്യുന്നു. അവരെ മതത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നു, അവരെ ജാതിയുടെ പേരിൽ ആക്ഷേപിക്കുന്നു, അവരെ നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും നീ ഇരുന്ന് കുണിങ്ങിച്ചിരിക്കുന്നു. ഇതിലൊന്നും ഒരു കാര്യവുമില്ല മോളെ. കാരണം നീയും ഞാനും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ജനസമൂഹത്തിനെയാണ്. ജനങ്ങളുടെ ചിന്തയിലേക്കാണ് ഞാനും നീയും മെസ്സേജ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക. നിന്റെ കൂടെ കൂടിയിരിക്കുന്നവർ മുമ്പ് നിന്റെ സുഹൃത്തുക്കളായിരുന്നു. അത് കഴിഞ്ഞ് നിന്റെ വളർച്ചയിൽ അസൂയ തോന്നി എൻ്റെ കൂടെ കൂടി എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യത്തിനെയാണ് ഞാൻ നിന്നോട് പറയുന്നത്. അതുപോലും വിവേകത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിക്കാത്ത അതേ അവരെക്കാൾ ഉയരത്തിൽ ഞാൻ എത്തി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, അവരെക്കാൾ ഉയരത്തിൽ ഞാൻ പറന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വീണ്ടും നിന്റെ അരികിലേക്ക് എത്തിയിരിക്കുന്നു എന്നെ തകർക്കാൻ വേണ്ടിയിട്ട്. നീ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടുന്ന കാര്യമേ ഉള്ളൂ. ശരിക്കും നീ വലിയ ഒരു അപകട കെണിയിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെയും മാറി നീ നിന്റെ ലൈഫിനെ ശ്രദ്ധയോടെ, ബുദ്ധിയോടെ, വിവേകത്തോടെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്ന ആൾക്കാരെ അപമാനിക്കുക. ഞാൻ ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഭാവി ജീവിതം, അവരുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് കയറി ചെല്ലുക. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നീ ഇന്നലെ ലൈവിൽ കടന്നിങ്ങനെ അട്ടഹസിക്കുന്നുണ്ടായിരുന്നു.
സ്നേഹതീരത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങിയാലോ കുടുംബജീവിതത്തിന് വില നൽകാത്ത നിനക്കൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു കുടുംബം എന്ന് പറയുന്നത് അവിടെ സ്നേഹമാണ് നിലനിൽക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ മുന്നിൽ നിന്റെ ഈ വൃത്തികെട്ട മനസ്സ് ഒന്നുമല്ല. നീ ഇപ്പോൾ സ്നേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങിയാലും സ്നേഹത്തിൻ്റെ ജീവനിൽ നിന്ന് തുടങ്ങിയാലും നീ തോറ്റുപോവുകയേ ഉള്ളൂ. കാരണം അവിടെയൊക്കെയും എന്താണുള്ളതെന്ന് നിനക്കറിയാമോ? സ്നേഹമാണ്. അവിടെ ഉള്ളത് സ്നേഹമാണ്. നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. 2 ദിവസം നീ വീഡിയോ ചെയ്യും, 3 ദിവസം നീ വീഡിയോ ചെയ്യും. ഞങ്ങളൊക്കെയും ഞങ്ങളുടെ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും ഒപ്പം ജീവിക്കും. ഈ പറയുന്ന സ്നേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് നീ എന്ത് തുടങ്ങിയാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളാണ്. അതുപോലെ നീ എൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങിയാലും എൻ്റെ ഭർത്താവിനോടൊപ്പം എൻ്റെ മക്കളോടൊപ്പം ഞാൻ സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ നിനക്ക് ഒരിക്കലും ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ നിന്നൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നീ അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരാളുടെ കുടുംബജീവിതത്തിൽ നിന്ന് തുടങ്ങാമെന്ന് പറയുന്ന നിന്റെ മനസ്സിൻ്റെ വൈകല്യം എന്താണ്? എന്തുകൊണ്ടാണ് നിന്റെ കുടുംബജീവിതം തകർന്നു പോയത്? 1 പകരം 3 കുടുംബജീവിതത്തിൽ നീ കയറി ചെന്നിട്ടും നിനക്ക് എന്തുകൊണ്ടാണ് ജയിക്കാൻ പറ്റാത്തത് എന്നുള്ളത് നിന്റെ ഇന്നലത്തെ ലൈവിൽ വ്യക്തമാണ്. കാരണം നീ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ സ്നേഹതീരം എൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞ ഒരു വാക്കിൽ നീ തുടങ്ങിയത് എന്താണ്? എന്നാൽ നമുക്ക് സ്നേഹതീരത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങിയാലോ എന്ന്. കുഞ്ഞെ, കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണം. അവിടെ നിന്നെ പോലുള്ള വൈകൃത മനസ്സുകൾക്ക് പടിക്ക് പുറത്താണ് സ്ഥാനം. അതുപോലും മനസ്സിലാക്കാതെ കിടന്നു തുള്ളുമ്പോഴേ തോറ്റുപോകുന്നത് നീയാണ്. ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യയാവുന്നത് നീയാണ്.